സംഖ്യയില്ലാത്തോളുണ്ട്, ഒരുപാടുണ്ട് അത്രയും നൃത്തം. കപില മഹർഷിയുടെ സാംഖ്യശാസ്ത്രമുണ്ട്, തത്വവിചാരത്തിന്റെ സമ്പ്രദായം. പതഞ്ജലി മഹർഷി അഷ്ടാംഗയോഗ പ്രകാരം മനസ്സിനെ ഈശ്വരനെ ഏകാഗ്രപ്പെടുത്തി ധ്യാനിച്ച് സാക്ഷാത്കാരം കൈവരിക്കാനുള്ള മാർഗം പറഞ്ഞിട്ടുണ്ട്. കർമ്മനിരതന്മാരായ ആൾക്കാർക്ക് അനേകം ആഗ്രഹങ്ങൾ, അംബീഷൻസ്, അഭിലാഷങ്ങൾ നിറച്ച് ജീവിത മോഹങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ആ ആഗ്രഹങ്ങൾ ധാർമ്മികമായ മാർഗത്തിലൂടെ, ന്യായമായ മാർഗത്തിലൂടെ പൂർത്തീകരിച്ച് അതിന്റെ പരിമിതി മനസ്സിലാക്കി അതിനതീതമായി മനസ്സ് ഈശ്വരനിലേക്ക് തിരിയാൻ വേണ്ടി, അവരെ പാകപ്പെടുത്താൻ വേണ്ടി ധർമ്മശാസ്ത്രങ്ങൾ. ധർമ്മശാസ്ത്രം മീൻസ് ധർമ്മശാസ്ത്രം അല്ലേ. പിന്നെ വിഷയങ്ങളിൽ ആസക്തി ഒട്ടുമില്ലാണ്ടായി, താല്പര്യം ഒട്ടുമില്ലാണ്ടായി, എനിക്ക് സത്യസ്വരൂപനായ ഭഗവാനെ മാത്രമേ വേണ്ടൂ എന്നുള്ളതായ ആ തീവ്രവിരക്തന്മാരായ ആൾക്കാർക്ക് ജ്ഞാനശാസ്ത്രങ്ങളുണ്ട്, ധ്യാന പദ്ധതി അല്ലേ. ഇങ്ങനെ എന്തെല്ലാമാണ് ഇവിടെ ഉള്ളത്, അത് കണക്കില്ല, അത് അവിടെ ഇരിക്കട്ടെ പറയാം. അതൊക്കെ ഇവിടെ ദൂഷണമല്ല, ഭൂഷണമാണ്. ഇനി നമ്മളോടൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാം. എന്താ അത്? ചുഴന്നീടുന്ന സംസാര ചക്രത്തിൽ ഉഴന്നീടും നമുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു. എളുതായിട്ടു മുക്തി വരുത്തുവാൻ ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും. ഈ സംസാരം, ഈ പ്രാപഞ്ചിക ജീവിതം ഒരു ചക്രം കറങ്ങണ പോലെ കറങ്ങത്രയും. പണ്ടൊക്കെ പാടത്ത് ചക്രം ചവിട്ടുണ്ട്, മുകളിൽ പോയ ആ പലക കുറച്ച് കഴിയുമ്പോൾ താഴേക്ക് വരും, താഴെ വന്നത് പിന്നെ മുകളിലേക്ക് പോകും അല്ലേ. ഇതുപോലെയാണ് സംസാരം. സമ്യക് സരതി സംസാര, കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ്, നിരന്തരമായ പരിണാമ സ്വഭാവത്തോടു കൂടിയതാണ് ഈ പ്രപഞ്ച ജീവിതം. അവിടെ ജനനമരണ ഒരു ചക്രമാണ്. സംസാര ചക്രത്തില് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഇതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അറിവുള്ള മഹത്തുക്കള് ഒരു പരമാർത്ഥം, ഒരു രഹസ്യം പറഞ്ഞിട്ടുണ്ട്. എളുപ്പത്തിൽ ഈ ചക്രത്തിൽ നിന്ന് പുറത്തു കിടക്കണോ, അതിന് ചെവി തന്നീ രഹസ്യം കേൾക്കൂട്ടോ. ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഡിസ്ക് എന്നിരിക്കുക, ആ ഡിസ്കിൽ ഒരു ചക്രം, അതിലൊരു ഉറുമ്പ് പെട്ടു എന്നിരിക്കുക. ആ ഉറുമ്പിന് സ്വന്തം നിലയ്ക്ക് പുറത്ത് വരാൻ പറ്റുമോ? ചക്രത്തിന്റെ തിരയിലനുസരിച്ച് ആ തിരയിൽ ചക്രത്തിൽപ്പെട്ട ഉറുമ്പ് തിരിഞ്ഞല്ലേ ആവുള്ളൂ അല്ലേ. നമ്മൾ ഈ കറങ്ങണ ഡിസ്കിലാണ് സംസാര ചക്രം എന്നാ പറയാ അല്ലേ. ആ ചക്രത്തിൽ പെട്ടിരിക്കുക. ഇത് തിരിക്കുന്ന ആള് ഭഗവാനാ, നമ്മളല്ല. ശരിയോ? ശരിയോ? യന്ത്രഊഞ്ഞാല് കണ്ടുണ്ടോ? ഉത്സവത്തിനൊക്കെ ഈ വലിയ വലിയ എന്താണ് ആൾക്കാർ കൊണ്ടുവരുമല്ലോ, സർക്കസ് ഒക്കെ കൊണ്ടുവരുമ്പോഴേ അതിലുണ്ടാവും യന്ത്രഊഞ്ഞാല്, ഓരോരോ പെട്ടികള്. ഒരു പെട്ടിയിൽ കയറിയിരിക്കുക ഒരാൾ, എന്നിട്ട് ആ പെട്ടി ലോക്ക് ചെയ്യുള്ളു താഴെ വീഴാണ്ടിരിക്കാൻ. നമ്മളങ്ങനെ ഇരുന്നാൽ മതി. പക്ഷെ അയാൾ സ്റ്റാർട്ട് ചെയ്താലോ ഈ താഴെ ഇരുന്ന പെട്ടി കുറെ കഴിയുമ്പോൾ മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോയത് ഇങ്ങനെ വീഴുമ്പോൾ അയ്യോ പെടിയാവണ പോലെ തോന്നും അല്ലേ. ആകെ ഉള്ളിൽ ഭയം അല്ലേ. അത് വളരെ വേഗത്തിൽ തിരിയുമ്പോഴോ അയക്കണ കുട്ടിയോ നിലവിളിക്കും ചിലര് അല്ലേ. എന്താ വഴി? വീഴൊന്നുമില്ല, പക്ഷെ ഇതിൽ തിരിയും. അതിൽ അയാൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഓഫ് ചെയ്യണവരെ ഇത് കിടന്ന് കറങ്ങാണ്ടിരിക്കാൻ പറ്റുമോ? നിങ്ങളെ ടിക്കറ്റിന് താഴെ കയറിയിരുന്നു, എത്ര റൗണ്ടാണത്? അത്രയും റൗണ്ട് കഴിയണവരെ വേണം. ചില ആൾക്കാർ കുട്ടികൾക്ക് പേടിയോ, അപ്പം എന്ത് ചെയ്യും? ഉടനെ ചക്രം തിരിക്കുന്ന ആളെ വിളിച്ച് കരയുക. അപ്പം അയാൾ നിർത്തി നമ്മളെ താഴേക്ക് ഇറക്കും. ശരിയോ? ഇതുപോലെ ഈ സംസാര ചക്രം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കണോ. തിരിക്കുന്ന ആള് ഗുരുവായൂരപ്പനാ, ഭഗവാനാ, സച്ചിദാനന്ദമൂർത്തിയായ പരമാത്മ ഭഗവാനാ. ആ ഭഗവാനാണ് ചക്രം തിരിക്കണമെങ്കിൽ ഭഗവാനെ വിളിച്ച് കരഞ്ഞാലല്ലാതെ ചക്രത്തിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റുമോ? അതാണ് എളുതായിട്ടുള്ള ആ പരമാർത്ഥം, അത്യന്ത രഹസ്യമായ കാര്യം. ശരിയോ? വാസ്തവത്തിൽ നമ്മളെ ഇവിടെ ഇട്ട് കറക്കണത് ആലോചിച്ച് നോക്കൂ. ഒരു സിനിമാ തിയേറ്ററിൽ സിനിമാ പ്രദർശനം നടക്കണ പോലെയാണ് ഈ സംസാരം, ജനമരണ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങളാവുന്ന ഈ ചക്രം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. ഒരു സിനിമാ തിയേറ്ററിൽ സിനിമ നടക്കണം, എത്ര ഷോ ഉണ്ടാവും? 1, 2, 3 ഷോ ഉണ്ടാവൂലേ. ഒരു സിനിമ പടം വന്നിട്ട് അവിടെ 50-ാം ദിവസവും അത് നടന്നുകൊണ്ടിരിക്കുക. ദിവസം 3 ഷോ വീതം. 50-ാം ദിവസം ഇതെന്തിനാ ഈ 50 ദിവസം അത് അവിടെ ഓടിക്കണേ? ഒരാഴ്ച കഴിഞ്ഞ് മാറ്റിക്കൂടെ അവർക്ക്? അത്ര ഡിമാൻഡാ. ദിവസം ടിക്കറ്റ് ഇല്ല എന്ന് ബോർഡ് വെക്കാണ്. നല്ല ഡിമാൻഡാന്നർത്ഥം. പക്ഷേ നമ്മൾ എത്ര ദിവസം എത്ര ഷോ കാണാൻ പോണം? അവിടെ 50-ാം ദിവസം ദിവസം 3 ഷോ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിങ്ങളാണെങ്കിൽ എത്ര ദിവസം പോകും? എത്ര ഷോ കാണാൻ പോകും? ട്രെയിൻ ആലോചിച്ച് നോക്കൂ. ചില ആൾക്കാർ പോവേയില്ല, സിനിമയിൽ താല്പര്യം ഇല്ലാത്ത ആൾക്കാരോ ഞങ്ങൾ ഒരു ഷോനും പോവില്ല അല്ലേ. ചില ആൾക്കാർക്കോ മോഹമുള്ളവര് ഒരു ഷോ കാണാൻ പോയി സൗകര്യമുള്ള ആ സമയം അനുസരിച്ചിട്ട് അല്ലേ. ഒരെണ്ണം കണ്ടു പിന്നെ പോണം, വേണമെങ്കിൽ ഒന്നുകൂടിയും കാണാം അല്ലേ. ഈ 50 ദിവസവും 3 ഷോയിലും എന്തായാലും നമ്മളാരും പോണ്ടല്ലോ. നിങ്ങളാരും പോകില്ലല്ലോ.
നമ്മൾ ആരും പോകില്ല. എന്തായാലും ഒരെണ്ണം പോയി എന്ന് വരാൻ ചിലപ്പോൾ ഒന്നും കൂടി കണ്ടു എന്ന് വരാത്ത നല്ല ഇഷ്ടപ്പെട്ട പടമാണെങ്കിൽ. അല്ലാതെ എല്ലാ ദിവസവും എല്ലാ ഷോയ്ക്കും ആരും പോകില്ലാവില്ല. ആവുമോ? പിന്നെന്തിനാ ഈ ഷോ ദിവസം 3 വീതം അവിടെ നടക്കണേ? 50 ദിവസമായിട്ട് ഡിമാൻഡിന്റെ ആൾക്കാരവിടെ ഉണ്ടേ. നമുക്ക് ആവശ്യമില്ല വെച്ചിട്ട് ആവശ്യക്കാരവിടെ ഉണ്ടേ. അവർക്ക് വേണ്ടിയിട്ടാണ് ഷോ നടത്തുന്നത്. ശരിയോ? ഇതുപോലെ സർവേശ്വരൻ ഈ സിനിമാ പ്രദർശനം പോലെ ഈ സംസാര പ്രദർശനം ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുക. സൃഷ്ടി, സ്ഥിതി, സംഹാരം, പ്രളയം, പിന്നെയും സൃഷ്ടി. ഇതിങ്ങനെ ഈ പ്രദർശനം നടത്തിക്കൊണ്ടേയിരിക്കുക. ആർക്ക് വേണ്ടിയാ? ഡിമാൻഡ് അവസാനിക്കാത്തവർക്ക് വേണ്ടി. ആവശ്യങ്ങളും അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും അവസാനിക്കാത്ത ആൾക്കാർക്ക് ഭഗവാൻ അതിനൊരു ഫീൽഡ് ഒരുക്കി തരണോ വേണ്ടയോ? ഒരു മണ്ഡലം ഉണ്ടാക്കി തരണോ വേണ്ടയോ? അതിനുവേണ്ടി ഭഗവാൻ ഇത് ഒരുക്കിയിരിക്കുക. നമ്മൾ എത്ര പ്രാവശ്യം ഇവിടെ വരണം? നമ്മൾ എത്ര പ്രാവശ്യം ഇവിടെ ജനിച്ചു പറ്റി സംസാരത്തിൽ വീണ്ടും 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 ഈ സിനിമയ്ക്ക് പോണ പോലെ ഇവിടെ വരണം? ആ സിനിമയുടെ ഉദാഹരണം എടുത്താൽ മതി. ഈ സംസാരത്തിലും എത്ര കറങ്ങണമെന്ന് മനസ്സിലാക്കാൻ എത്ര പ്രാവശ്യം വരണം? മതി ഭഗവാനെ, ഈ പ്രാവശ്യം വന്നു തന്നെ മതിയായിരുന്നു. ഈ ജന്മം തന്നെ മതിയായി, വേണ്ടത്ര അനുഭവിച്ചിരുന്നു അല്ലേ? ദുഃഖം, ദുരിതം, പ്രയാസം, വിഷമം. ഈ ജീവിതത്തിൽ എന്താ? ജന്മദുഃഖം, ജരാദുഃഖം, രോഗദുഃഖം, മൃത്യുദുഃഖം, ജന്മ മൃത്യു ജരാ ദുഃഖ വ്യാധി ദുഃഖ ദോഷ അനുദർശനം എന്നാ ഇതിൽ ഭഗവാൻ പറയാ. ഏതാ ദുഃഖം അല്ലാത്തത്? ജനിക്കുമ്പോ അമ്മയും കരയണു, പിള്ളയും കരയണു. മരിക്കുമ്പോ എല്ലാവർക്കും കരച്ചത് ദുഃഖം. ജര വരുമ്പോ തലമുറ തരയ്ക്കുമ്പോ ദുഃഖം, വയസ്സാകുമ്പോ ദുഃഖം അല്ലേ? ശരീരം പരാധീനാവുമ്പോ ദുഃഖം. ശരിയോ? രോഗം വരുമ്പോ ദുഃഖം, കഷ്ടപ്പാട് വരുമ്പോ ദുഃഖം. എപ്പോഴാ ദുഃഖം ഇല്ലാത്തത്? ഭയം. ഭഗവാനെ ഒരു ജന്മം എടുത്താൽ തന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാനുള്ള പാടെത്രയാ? ഇതിലെ അഭിമാനവും ആസക്തിയും വിട്ടിട്ട് ഭഗവാനെ മതിയേ മതി, ഇനഫ് ഈസ് ഇനഫ് അല്ലേ? ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് ഭഗവത് പാദത്തിൽ എത്തിയാൽ മതി എന്നാ അപ്പൊ മോഹമുള്ളൂ. പിന്നെയും പിന്നെയും വരണം എന്നുള്ളത് നമ്മുടെ അടങ്ങാത്ത മോഹങ്ങളും ആവശ്യങ്ങളും കൊണ്ടാ, വാസന കൊണ്ടാ വീണ്ടും വീണ്ടും ഇവിടെ വരേണ്ടി വരുന്നത്. മനസ്സിലാവണ്ടോ? ഇത് അവസാനിച്ചാൽ പിന്നെ ഇവിടെ വരണ്ട. ഇതാണ് ഈ സംസാര ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണോ. ചുഴന്നീടുന്ന സംസാര ചക്രത്തില് ഇങ്ങനെ കറങ്ങാൻ കാരണം നമ്മുടെ അടങ്ങാത്ത മോഹങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. അതുകൊണ്ടോ അവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താ? ഭഗവാനെ ആശ്രയിക്കലാണ്. ചക്രം തിരിക്കുന്ന ആളെ ആശ്രയിക്കലാണ് എന്നർത്ഥം. ആട്ടെ, ചുരുക്കത്തിൽ അനേക ശാസ്ത്രങ്ങളിൽ പലതും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്കൊക്കെ രക്ഷപ്പെടാൻ. ഇവയുടെയൊക്കെ സാരെന്താ? ജനന മരണ രൂപത്തില് നമ്മുടെ ഈ ജീവിതം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണു. ഈ സംസാര ചക്രത്തിൽ നിന്ന് പുറത്തു കിടക്കണം. ഇതിൽ മുങ്ങി ക്ലേശിക്കുന്ന ജനങ്ങള് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതായ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. സത്യം സാക്ഷാത്കരിച്ച മഹാത്മാക്കള് ആ രഹസ്യം ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ ചുരുക്കി പറയാം, ശ്രദ്ധിച്ച് കേൾക്കൂ, എന്നിട്ട് പ്രവർത്തിക്കൂ എന്നാ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് പ്രകൃതം വിട്ട്, സന്ദർഭം വിട്ട് വേറെ ചില കാര്യങ്ങളാണ് ഇനി പറയാൻ പോണത്. ഇതിന്റെ തുടർച്ച ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് പറയാൻ പോണത്. ഇനി പറയാൻ പോണത് ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണോ? ബന്ധപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങളല്ല, ഇതിനോട് ബന്ധപ്പെട്ടത് തന്നെയാണ്. മുക്തിയിലേക്കുള്ള എളുപ്പമാർഗം, സംസാരത്തിൽ രക്ഷപ്പെടാനുള്ള എളുപ്പമാർഗം പറഞ്ഞു തരാമെന്ന് പറഞ്ഞ കവി പിന്നെ വേറൊരു കാര്യം ഇതിനെ ഇടയ്ക്ക് മാറ്റി പറയണത്. ആ പറയാൻ പോണ കാര്യം ആണ് ജീവിതത്തിന്റെ അടിസ്ഥാനം. ആ കാര്യം മനസ്സിലാക്കിയാലേ മുക്തിമാർഗം എന്തിനെന്ന് നമുക്ക് ബോധ്യമുള്ളൂ. അതുകൊണ്ടാ. മനസ്സിലായോ? എങ്ങനെ നമ്മൾ ബദ്ധരായി ഇവിടെ, എങ്ങനെ നമ്മളിവിടെ കുടുങ്ങി, എന്തിന് നമ്മളിവിടെ വന്നു, ഇതൊക്കെ അറിഞ്ഞാലല്ലേ. അപ്പൊ മുക്തിമാർഗത്തിന് പരിശ്രമിക്കണമെങ്കിലും അത് അർത്ഥവത്താവണമെങ്കിലും ഇനി പറയാൻ പോകുന്ന ആ ബന്ധനം എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ പറയണം. അതാണ് ഇനി പറയാൻ പോണത്. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ. നമ്മളൊക്കെ ഈ സംസാരത്തിൽ കുടുക്കിയിട്ടേക്കണതാരാ? ബന്ധിച്ചതാരാ? ആദ്യമായി അത് മനസ്സിലാക്കണം. നമ്മളതാണ്, വേറെ ആരുമല്ല, നമ്മുടെ കർമ്മം. പൂർവ്വകർമ്മ വാസനകളാണ് ഈ ജന്മം എടുക്കാൻ കാരണം. കർമ്മം കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജനിച്ചത്. കർമ്മം ചെയ്തുകൊണ്ടാണ് ജീവിക്കണത്. കർമ്മം അവസാനിച്ചാലോ മരിച്ചു. മരിച്ചാൽ മോചനമുണ്ടോ? വീണ്ടും ഇപ്പൊ ചെയ്ത കർമ്മത്തിന്റെ വാസനയ്ക്ക് അനുസരിച്ച് വീണ്ടും പുതിയൊരു ശരീരം കിട്ടുകയായി. അവിടെയും വീണ്ടും ആ കർമ്മവാസനകളുടെ സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. വീണ്ടും ആ പുതിയ കർമ്മവാസനകളെ ഉണ്ടാക്കുക, വീണ്ടും അതിനനുസരിച്ച് വീണ്ടും മരിച്ചാൽ ജനിക്കുക. ഇതിന് അവസാനം ഉണ്ടോ? ഇല്ലല്ലോ. പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനീ ജഡരേ ശയനം.
ഇത് മനസ്സിലാക്കണം നമ്മൾ. കർമ്മമാണ് നമ്മളെ ഓരോരുത്തരെയും ഒരു പ്രത്യേക ഇടത്ത് കൊണ്ടുവന്നത്. ഞാൻ ഇന്ന വീട്ടിൽ ജനിക്കാൻ എന്താ കാരണം, എനിക്ക് ഇന്ന ജീവിത പരിതസ്ഥിതിയിൽ വരാൻ എന്താ കാരണം, എനിക്ക് ആരോഗ്യമുള്ള ശരീരം അല്ലെങ്കിൽ അനാരോഗ്യമുള്ള ശരീരം, എനിക്ക് ശക്തമായ മനസ്സ് അല്ലെങ്കിൽ ദുർബലമായ മനസ്സ്, എനിക്ക് ഡൾ ഇന്റലക്ട് അല്ലെങ്കിൽ ബ്രൈറ്റ് ഇന്റലക്ട്, ഇതൊക്കെ വരാൻ എന്താ കാരണം? ഞാൻ ദരിദ്രൻ ആയി അല്ലെങ്കിൽ ഞാൻ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു അല്ലെങ്കിൽ ധനിക കുടുംബത്തിൽ ജനിച്ചു, ഇതിനൊക്കെ കാരണം ഉണ്ടല്ലോ. ദൈവം തന്റെ ഇഷ്ടം പോലെ അങ്ങനെ ഓരോരുത്തരെങ്ങനെ എറിയ അവരടുത്തേക്ക്, നീ അവിടെ പോട്ടോ, കഷ്ടപ്പെട്ടോട്ടോ, നീ ഇവിടെ പോയിട്ടോ, എന്നിട്ട് ആനന്ദമായിട്ട് കഴിഞ്ഞോട്ടോ. ഇങ്ങനെ ആണെങ്കിൽ ദൈവം ദൈവമാവോ? ആലോചിച്ച് നോക്കൂ. അപ്പൊ എന്താ ഇങ്ങനെ ഈ സൃഷ്ടിയിൽ വൈവിധ്യം ഉണ്ടോ ഇല്ലയോ? സൃഷ്ടിയിലുള്ള വൈവിധ്യമാണ് നമുക്ക് ഇതിന്റെ കാരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരണ തരുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് കർമ്മമാണ് ഓരോരുത്തരെയും ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ടെത്തിച്ച് ഓരോരോ അനുഭവങ്ങളിലൂടെ കൊണ്ടുപോകണത്. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് പറയണു, നമ്മൾ ചെവി തന്ന് കേൾക്കണം. നമ്മളെയൊക്കെ ഈ സംസാരത്തിൽ കുടുക്കിയത് കർമ്മമാണ്. ലോകോയം കർമ്മബന്ധനഹ എന്ന് ഗീതയിൽ ഭഗവാൻ പറയും. ഈ ലോകം കർമ്മത്താൽ ബദ്ധരാണെന്നർത്ഥം. എല്ലാ ജീവജാലങ്ങളും ഈ ലോകത്തിൽ അവരവർ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് അനുഭവിക്കുന്നത്. ഈ ജന്മത്തിൽ തന്നെ ഇതുവരെ ചെയ്താവാം, ഉജ്ജന്മത്തിലേ ആവാം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂന്ന അല്ലേ? ആ കർമ്മം തന്നെ 3 തരത്തിലുണ്ടെന്നാ പറയാ. എന്താ? ഇപ്പോ നേരത്തെ കുറെ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഒരു ചെറിയൊരു ഭാഗം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഈ ജന്മം എടുത്തു വന്നിരിക്കുക. അത് കൂട്ടി വെച്ചേക്കണതാ സഞ്ചിതം എന്നാണ് അവർ പറയാം. സഞ്ചിതം വെച്ചാലോ ചീ ടു കളക്ട്, സഞ്ചയിക്കുക, കളക്ട് ചെയ്ത് സമ്പാദിച്ച് കൂട്ടി വെച്ചതെന്നർത്ഥം. തേനീച്ച ഓരോ പൂവിലും പോയിട്ട് തേൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കൂട്ടി വെക്കില്ലേ കൂട്ടില്, ഇതുപോലെ. സഞ്ചയനം എന്നുള്ള വാക്ക് കേട്ടില്ലേ നിങ്ങൾ? മരിച്ച 6-ാം ദിവസമോ 7-ാം ദിവസമോ സഞ്ചയനം ഉണ്ട്. എന്തായി സഞ്ചയനം? ആ കത്തിച്ച് ഇടയെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഹസ്തികളെയൊക്കെ പറക്കിയെടുക്കുന്ന കളക്ട് ചെയ്യുന്ന പ്രക്രിയക്കാണ് സഞ്ചയനം എന്ന് പറയുന്നത്. ചയ എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യുക, എടുക്കുക എന്നാ. അതിനാണ് സഞ്ചിതം എന്ന വാക്ക് വന്നത്. നമ്മൾ കുറേശ്ശെ പണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വഴി, കുമുലേറ്റീവ് ഡെപ്പോസിറ്റ് പോലെ. മനസ്സിലായോ? അങ്ങനെ കുറേ ജന്മങ്ങൾക്ക് കാരണമായിട്ട് നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ളത് ഇനി സഞ്ചിത കർമ്മം. അത് മുഴുവനും ഇപ്പൊ നമ്മൾ എടുക്കണില്ല. നമ്മൾ എന്ത് ചെയ്തു? കുറെ ബാങ്കിലിട്ടുണ്ട്, കുറെ FD ഇട്ടു, കുറച്ച് സേവിങ്സിലിട്ടു. സേവിങ്സിലിട്ടത് ATM മുറ്റത്ത് ഇടയ്ക്കിടയ്ക്ക് 500 രൂപ 1000 രൂപയൊക്കെ വലിക്കുക അല്ലേ? അല്ലെങ്കിൽ 5000 രൂപ 10000 രൂപയൊക്കെ. ശരിയല്ലേ? അപ്പൊ ആ സഞ്ചിതത്തിൽ നിന്ന് കുറച്ച് അനുഭവിക്കാൻ, ഈ ജീവിതത്തിൽ അനുഭവിക്കാൻ കൊണ്ടാണ് പ്രാരബ്ധം. ആ പ്രാരബ്ധാനുഭവം അനുഭവിക്കാനാണ് ഈ ശരീരം എടുത്ത് പ്രത്യേക സാഹചര്യത്തിൽ നമ്മളൊക്കെ വന്നത്. അതും കർമ്മാണേ. ശരിയോ? ആ പ്രാരബ്ധത്തിലെ അനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ നമ്മൾ പുതുതായിട്ട് പുതിയ കർമ്മങ്ങൾ ചെയ്യൂലോ അല്ലേ? ആ പുതിയത് ചെയ്തിട്ട് ഉണ്ടാക്കണേനെയാണ് ക്രിയമാണം അഥവാ ആഗാമി എന്ന് പറഞ്ഞത്. ന്യൂ അറൈവൽ, പുതുതായിട്ട് വരിക. ഈ ജീവിതത്തിൽ പുതുതായ അറൈവൽ, പുതുതായിട്ട് ഉണ്ടാക്കണ്ടല്ലോ, അതാണ് ആഗാമി. ഈ ആഗാമി എവിടെ പോകും? സഞ്ചിതമാവുന്ന ആ വലിയ സഞ്ചിയിൽ ശേഖരത്തിൽ ചേരും. പ്രാരബ്ധം സുഖദുഃഖ രൂപേണ ഈ ജീവിതം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കെ പുതിയ ആഗാമി ഉണ്ടാക്കി സഞ്ചിതത്തിൽ കൂട്ടും. പ്രാരബ്ധം കഴിഞ്ഞാൽ നമ്മുടെ ഈ ശരീരം, വർത്തമാന ശരീരം മരിച്ചു പോകും. അപ്പൊ മോചനമുണ്ടോ? വീണ്ടും ഈ ശരീരം പോകുമ്പോഴേക്കും ആ പഴയ സഞ്ചിതം കുറഞ്ഞിട്ടില്ല, കുറച്ച് ഇട്ടപ്പോഴേ അതിൽ വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്തൂലോ. 1000 എടുത്തെങ്കിൽ 10000 ഇട്ടൂലോ. ആ സഞ്ചിതത്തിൽ നിന്ന് പുതിയ പ്രാരബ്ധം തയ്യാറാവും. ആ പ്രാരബ്ധാനുഭവത്തിന് പറ്റിയ ഒരു ശരീരം എടുത്ത് അതിന് പറ്റിയ അച്ഛനമ്മമാരുടെ ആ മകനോ മകളായിട്ട് അതിന് പറ്റിയ സ്ഥലത്ത് വന്ന് പിറക്കും. ഗർഭസ്ഥനായി ഭൂമി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ. വെള്ളത്തിലെ കുമളയുണ്ടായി, പൊട്ടിപ്പോയി. ഇത്ര നേരം അത്ര തന്നെയുള്ളൂ. അനന്തമായ കാലത്തിൽ നമ്മുടെ 100 വയസ്സ് എത്രയുണ്ട് പറയൂ? കാലം അനന്തമാ. അത് നമുക്ക് 100 വയസ്സ് വരെ ജീവിച്ചു വെച്ചാൽ എത്ര നേരം ഉണ്ടാവും? വെള്ളത്തിലെ കുമള പോലെയല്ലേ ഉള്ളൂ. അമ്മയുടെ വയറ്റിൽ വന്നു, പുറത്തു വന്നു, വീണ്ടും കർമ്മങ്ങൾ തന്നെ. ജനനാന്തി എന്താ? മരണം. പ്രാരബ്ധാവസാനമാവുന്ന മരണത്തിലും എന്നാ നിത്യഗതി, നിത്യവസ്തുവായ പരമാത്മാവിനെ ഭഗവാനെ നാം അറിയാൻ ശ്രമിച്ചതുമില്ല, സാക്ഷാത്കരിച്ചതുമില്ല. അങ്ങനെ പിന്നെ എന്തിനാ ജീവിച്ചത് മുഴുവൻ? വീണ്ടും വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്, സമ്പാദിക്കാൻ വേണ്ടിയിട്ട്, ഭോഗങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അതിനുവേണ്ടി ചെയ്ത പുതിയ കർമ്മങ്ങളിലൂടെ ആർജിച്ച കർമ്മവാസന വീണ്ടും പുതിയ പ്രാരബ്ധ ശരീരത്തെ തരണു. എന്നത് അവസാനിക്കുക, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. അതാണ് ഈ ലോകം കർമ്മബദ്ധമാണ് എന്ന് പറയാൻ കാരണം. അർത്ഥം നമ്മയൊക്കെയും ബന്ധിച്ച കാരണം കർമ്മം എന്നറിയേണ്ടത് മുമ്പിനാൽ എന്ന് പറയാൻ കാരണം. ആദ്യമേ നമ്മളിത് മനസ്സിലാക്കണം, ഈ കർമ്മത്തിന്റെ പ്രവർത്തനേ. ത്വൽഭക്തിവർദ്ധനമുദിക്കേണം എൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നമ. പറയണു എഴുത്തച്ഛൻ,
ഭഗവാനെ ഇതും രക്ഷപ്പെടണമെങ്കിലോ എൻ്റെ മനസ്സ് ഭഗവാനെ സത്യസ്വരൂപനായ അവിടത്തേക്ക് തിരിയണം അല്ലേ? ഈശ്വരാഭിമുഖമാകണം, സത്യാന്വേഷണത്തിലേക്ക് തിരിയണം. ഈശ്വരനോട് അഭിമുഖമായാലേ, ഈശ്വരപ്രേമം വളർന്നാലേ ഈ വാസനയ്ക്ക് മാറ്റം വരുള്ളൂ. ആ ഈശ്വരഭക്തി വന്നാൽ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യും. അപ്പോൾ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുമ്പോൾ കൊണ്ടുവന്ന വാസനകൾ ഇപ്പോഴുള്ള വാസന തീരും, പുതിയ വാസന ഉണ്ടാവാണ്ടാവും. അങ്ങനെ മനസ്സ് ശുദ്ധമാകും. അങ്ങനെ വരുമ്പോഴാണ് ആ ഭഗവാനെ സ്വഹൃദയത്തിൽ ധ്യാനത്തിലൂടെ ആത്മസ്വരൂപനായി സാക്ഷാത്കരിച്ച് ഈ സംസാരമോചനം സാധിക്കുക. അതുകൊണ്ട് മുമ്പേ ഇതറിയണേ. ഇതറിയാണ്ടല്ലേ പലരുടെയും ജീവിതം പോണത്. നമ്മൾ അറിയണ്ടോ എന്തുകൊണ്ട് ഇങ്ങനെ വരണോ, എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ വരണോ അവർക്ക് എന്ന് നമ്മളിരുന്ന് ആലോചിക്കുക. പക്ഷെ ഇത് ഓരോരുത്തരും ഓർഡർ ചെയ്ത കർമ്മം അനുസരിച്ചിട്ടാണേ. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മം എന്നറിയണം നമ്മൾ മുമ്പിനാൽ ആദ്യം തന്നെ. ഈ കർമ്മവാസന ക്ഷയിച്ചില്ലെങ്കിൽ വീണ്ടും 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 ജനനമരണങ്ങള് ഈ സൃഷ്ടി തന്നെ അങ്ങനെ ആവർത്തിച്ച് സംഭവിക്കത്രേ. ഒരു പ്രളയത്തിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു പ്രളയം കഴിഞ്ഞ് വീണ്ടും സൃഷ്ടി ആരംഭിക്കും. എങ്ങനെയാ? ആ പ്രളയകാലത്ത് ഈ ബ്രഹ്മാവ് സൃഷ്ടിച്ച എല്ലാ ലോകങ്ങളും ആ ജീവജാലങ്ങളും അവരുടെ കർമ്മവാസനകളോടുകൂടി ആ ബ്രഹ്മാവിൽ ലയിക്കും. അടുത്ത കൽപ്പത്തിൽ സൃഷ്ടി ആരംഭിക്കുമ്പോഴോ വീണ്ടും ഈ മുക്തി കിട്ടാത്ത ജീവന്മാരൊക്കെ ഈ കർമ്മവാസനകൾക്കനുസരിച്ച് വീണ്ടും ജനിക്കും. മനസ്സിലായോ? ആ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്ന ഇഷ്ടം പോലെയല്ല, കർമ്മവാസനകള് അനുഭവിക്കാൻ പറ്റിയ ശരീരങ്ങൾ ഓരോ ജീവന്മാർക്ക് കൊടുക്കലാണ് ബ്രഹ്മാവിന്റെ സൃഷ്ടി. നോക്കൂ, ഇത് വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കണോ? ഈ സൃഷ്ടി പ്രളയ പ്രക്രിയ നമ്മുടെ ദിവസമുള്ള രാത്രിയും പകലും പോലെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ രാവ് പോലെയാണ് ബ്രഹ്മാവിന്റെ രാത്രി. നമ്മൾ രാത്രിയാകുമ്പോൾ നമ്മുടെ ലോകം ലയിക്കൂലേ? നമ്മുടെ മനസ്സ് ലയിക്കുന്നതോടുകൂടി. അതുമാതിരി സമഷ്ടി മനസ്സ് വിലയിക്കുമ്പോൾ സമഷ്ടി പ്രപഞ്ചം ലയിക്കും. ബ്രഹ്മാവിന്റെ രാത്രി എന്ന് പറയുന്നത്. നമ്മൾ ഉണർന്നാലോ നമ്മൾ നമ്മുടെ ഇന്നലെ ചെയ്തു വെച്ചതിന്റെ ബാക്കി കർമ്മങ്ങൾ ചെയ്യാൻ പുറപ്പെടുകയില്ലേ? ഇതുപോലെ ബ്രഹ്മാവ് ഉണർന്നു കഴിഞ്ഞാലോ സൃഷ്ടി തുടരുകയായി. ഇതാണ് സ്വഭാവം. അവിടെയും നമുക്ക് മോക്ഷമില്ല എന്നാണ് പറയുന്നത്. സാക്ഷാത്കാരം സത്യസ്വരൂപനെ സാക്ഷാത്കരിക്കാതെ വരെ ഈ പ്രപഞ്ചമൊക്കെ ഇല്ലാണ്ടാവുന്ന സമയത്തും ബ്രഹ്മാവടക്കം ഇല്ലാണ്ടാവുന്ന സമയമുണ്ട്. ആ സമയത്തും ശേഷിക്കുന്നവനാണ്, ഉള്ളതായിരിക്കുന്നവനാണ് ഭഗവാൻ പരമാത്മാ. എന്തിനാ? ശാശ്വത വസ്തു, നിത്യവസ്തു, സത്യവസ്തു എന്നുമുള്ളതാവണം. വേണ്ടേ? ഉണ്ടായി നിലനിന്ന് നശിക്കുന്ന വസ്തു സത്യമല്ല. അതുകൊണ്ട് അതിന്റെ പിന്നാലെ പോകരുതെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രളയത്തിന് മുമ്പേ ഉള്ള ആ ഭഗവാന്റെ അസ്തിത്വത്തെ കുറിച്ച് പറയാം. ഇനി ഈ ലോകം പോലും ഇല്ലാണ്ടായ ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയിലും ഭഗവാനുണ്ട്. ലോകം ഉണ്ടായാലും ശരി ഇല്ലാണ്ടായാലും ശരി ഭഗവാൻ ഇല്ലാണ്ടാവുന്നില്ല. മുന്നമീ കണ്ട വിശ്വാമശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി ഒന്നും ചെന്നങ്ങു തന്നോടു പറ്റാതെ ഒന്നിലും ചെന്നു താനും വലയാതെ ഒന്നെന്നുള്ളിലുറയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി ഒന്നിലും ഉറയ്ക്കാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി ഒന്നുപോലെയൊന്നില്ലാതെ ഉള്ളതിൽ ഒന്നായുള്ളൊരു ജീവസ്വരൂപമായി ഒന്നിലും ഒരു ഇല്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ. ആരാണ് ഈ വിശ്വത്തെ സൃഷ്ടിക്കുന്നത്, ചമയ്ക്കുന്നത്? പരമാത്മ ഭഗവാൻ. ആ പരമാത്മ ഭഗവാൻ സൃഷ്ടിക്ക് മുമ്പേ ഉണ്ട്. ആരിൽ നിന്ന് സൃഷ്ടി ഉണ്ടായി? ഈ പ്രപഞ്ചം കണ്ടാൽ, സൃഷ്ടി കണ്ടാൽ ഇതിന്റെ കാരണത്തെക്കുറിച്ച് ഊഹിക്കൂലോ അല്ലേ? കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ലല്ലോ. ഞാനും നിങ്ങളും സൃഷ്ടിക്കപ്പെട്ട ജഗത്തിലാണ് ഉണ്ടായത്. ആര് ലോകത്തെ സൃഷ്ടിച്ചു? അപ്പോ സർവശക്തനായ ഒരു ഈശ്വരനെ അംഗീകരിക്കണം. ആ ഈശ്വരനോ? ഈശ്വരൻ എവിടുന്നെങ്കിലും ഉണ്ടായതാണോ? അല്ല. ഈശ്വരൻ എവിടുന്നെങ്കിലും ഉണ്ടായാൽ ഈശ്വരൻ കാര്യമായി. ഈശ്വരന്റെ കാരണം മുമ്പേ ഉണ്ടാവണം അല്ലേ? എല്ലാവരും ഉണ്മസ്വരൂപമായ ഭഗവാനുണ്ടായി. പുരാണങ്ങളിൽ പറയും അഹമേവാസമേവാഗ്രേ ന അന്യത് യത് സദസത്പരം. സ്ഥൂലമോ സൂക്ഷ്മമോ കാര്യകാരണമായി ഈ ലോകത്തില് മറ്റൊന്നുമില്ലായിരുന്നു. എല്ലാം ഉണ്ടാവണതിന് മുമ്പ് ഞാനുണ്ടായിരുന്നു എന്ന് ഭഗവാൻ പറയാം. ബ്രഹ്മാവ് തപസ് ചെയ്ത് സൃഷ്ടിയുടെ ആദിയിൽ ബ്രഹ്മാവ് ഉണ്ടായി. ബ്രഹ്മാവ് തപസ് ചെയ്ത് വൈകുണ്ഠ ദർശനം ഉണ്ടായപ്പോ ഭഗവാൻ നാരായണ ഭഗവാൻ ബ്രഹ്മാവിനോട് പറയാം, ബ്രഹ്മാജി അങ്ങടക്കം ഉണ്ടാവണതിന് മുമ്പ് ഞാനുണ്ട് എന്ന്. ഞാനാണ് എല്ലാം ഉണ്ടാവണതിന് മുമ്പുള്ളത്. ഞാനാണ് ഈ സൃഷ്ടിക്ക് മുമ്പ് പരമകാരണമായിട്ടില്ലെങ്കിലോ ഞാൻ തന്നെയാണല്ലോ ഈ കാണപ്പെടുന്ന സൃഷ്ടിയായിട്ടിരിക്കുന്നത്. പശ്ചാത്തലം സൃഷ്ടിക്ക് മുമ്പ് ഭഗവാൻ മാത്രമുള്ളെങ്കിൽ ഭഗവാനിൽ നിന്നുണ്ടായ സൃഷ്ടി ഭഗവാൻ എന്ന് വേറെയാവോ? കാരണത്തിൽ നിന്നുണ്ടായ കാര്യം കാരണം തന്നെയല്ലേ? സ്വർണം എന്ന കാരണത്തിൽ നിന്ന് കുറെ ആഭരണങ്ങൾ ഉണ്ടാക്കിയാൽ
അതൊക്കെ സ്വർണം തന്നെയല്ലേ? മൃക്കാര്യം സകലം ഘടാതി സതതം മൃൺ മാത്രമേവാഖിലം. ആചാര്യസ്വാമികൾ പറയും വിവേകചൂഡാമണിയില്, മണ്ണ് കൊണ്ട് കുറേ തരത്തിലുള്ള പാത്രങ്ങളെ ഉണ്ടാക്കി. എന്നിട്ട് ഇതിന് കലം എന്ന് പറഞ്ഞു, ഇതിന് കുടം എന്ന് പറഞ്ഞു, ഇതിന് ചട്ടി എന്ന് പറഞ്ഞു, ഇതിന് കിണ്ടി എന്ന് പറഞ്ഞു, ഇതിന് ചരാത് എന്ന് പറഞ്ഞു. ആ മണ്ണുകൊണ്ടുണ്ടാക്കിയ എല്ലാ മൺപാത്രങ്ങളും എന്താണ്? മണ്ണ് തന്നെ. ഇതുമാതിരി സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ അനേക തരത്തിലുള്ള പണ്ടങ്ങള് നമ്മൾ കല്യാണത്തിന് പണ്ടെടുക്കാൻ കടയിൽ പോയി, എത്ര പേരിലും രൂപത്തിലുള്ള ആഭരണങ്ങളാലേ ഭ്രമിച്ചു പോകും. പക്ഷെ ഇതൊക്കെ എന്താ? നിങ്ങൾ ഏതെടുത്താലും അയാൾ തൂക്കി നോക്കിയിട്ട് ആ സ്വർണത്തിന് ആകാശം മേടിക്കുക. ശരിയോ? ഇതുപോലെ തദ്വത് സജ്ജനിതം സദാത്മകമിതം സന്മാത്രമേവാഖിലം. സത്യസ്വരൂപനായ ഭഗവാൻ എന്നുണ്ടായ പ്രപഞ്ചം ഭഗവാൻ തന്നെ. ശരിയോ? ഇതാണ്. അപ്പോൾ സൃഷ്ടിക്ക് ശേഷവും ഞാൻ തന്നെയുള്ളൂ. ഇനിയോ ഈ പ്രപഞ്ചം ഇല്ലാണ്ടാവും. പ്രപഞ്ചം ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞാലോ, ചട്ടി ഉടഞ്ഞു പോവും, കല ഉടഞ്ഞു പോവും, കിണ്ടി ഉടഞ്ഞു പോവും. പക്ഷെ മണ്ണ് ഉടഞ്ഞു പോവും. മണ്ണ് നശിക്കുമോ? മണ്ണ് എപ്പോഴും മണ്ണായിട്ട് നിൽക്കും അല്ലേ? മാല ഇല്ലാണ്ടാവും, വള ഇല്ലാണ്ടാവും, തള ഇല്ലാണ്ടാവും, റിങ് ഇല്ലാണ്ടാവും, ഒക്കെ ഇല്ലാണ്ടാവും. പക്ഷെ സ്വർണം ബാക്കിയാവും. ഇതൊക്കെ ഉരുക്കിയാലും ഉരുക്കി കഴിഞ്ഞാൽ പിന്നെ പണ്ടല്ലേ ഉണ്ടോ? വിവിധ രൂപത്തിലുള്ള ആഭരണങ്ങളില്ലേ, പക്ഷെ സ്വർണ്ണല്ലേ അല്ലേ? ഇതുപോലെ ഈ നാമരൂപങ്ങളാണ് സൃഷ്ടി എന്ന് പറയണതേ. ഈ നാമരൂപങ്ങൾ, ഈ ശരീരം പോവും, ആ ശരീരം പോവും, ഈ രൂപങ്ങളൊക്കെ പോവും. അവസാനമോ ആ സസ്വരൂപനായ ഭഗവാൻ എപ്പോഴും ഉണ്ടാവും. ഉപനിഷത്ത് പറയാ സദേവ സൗമ്യ ഇതം അഗ്രേ ആസീത്. പുരാണത്തിൽ ഭഗവാൻ പറഞ്ഞു, നാരായണ ഭഗവാൻ പറഞ്ഞു, ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. എല്ലാം ആയിരിക്കണം ഞാൻ തന്നെയാണ്. ഇനി എല്ലാം ലയിച്ചാൽ ബാക്കിയാവണം ഞാൻ തന്നെ. ജംഗമം ജേതം ജഗൻ നാരായണോത്ഭവം വിഷ്ണു സഹസ്രനാമത്തില്. ഈ സ്ഥാവരജംഗമങ്ങളായ ചരാചര പ്രപഞ്ചം മുഴുവൻ എവിടെ നിന്നുണ്ടായി? നാരായണൻ നിന്നുണ്ടായി. അതുകൊണ്ടൊക്കെ യാതൊന്നു കൺമതത് നാരായണപ്രതിമായ എല്ലാം നാരായണനാണ്. അന്തർബഹിശ്ച ഭൂതാനാം വ്യാപ്യ നാരായണ സ്ഥിത. എല്ലാത്തിൻ്റെ അകത്തും പുറത്തൊക്കെ നാരായണൻ തന്നെ നടന്നു നിൽക്കുന്നു. അങ്ങനെ വന്നാൽ ഇവിടെ കാണുന്നതെല്ലാം ഭഗവന്മയമാണ്. ഈശാവാസ്യമിതം സർവം, എല്ലാം ഈശ്വരൻ. വാസുദേവ സർവമിതി, എല്ലാം വാസുദേവന. ഈ സത്യം നമ്മൾ അറിയണ്ടോ? ഇതാണ് സാക്ഷാത്കരിക്കേണ്ട സത്യം. അപ്പൊ സൃഷ്ടിക്ക് മുമ്പുള്ള സത്യത്തെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അതന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ ആയിട്ടിരിക്കണമെന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരിക. ഇങ്ങനെ കാണാത്തത് കൊണ്ടാണ് നമ്മൾ ഈ രൂപനാമങ്ങളിൽ ഈ ദേഹത്തിൽ മാത്രം കുടുങ്ങി മറ്റുള്ള രൂപനാമങ്ങളിൽ ആസക്തരായി കുടുങ്ങി ഇവിടെ കെട്ടുവെട്ട് കിടക്കണതേ. അതുകൊണ്ട് പറഞ്ഞു, ഈ പ്രപഞ്ചം ഉണ്ടാവണതിന് മുമ്പ് എന്തുണ്ടായിരുന്നു? സത്ത്, എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഉണ്മയുണ്ടായിരുന്നു. ആ ഉണ്മയില്ലെങ്കിൽ ഒരു വസ്തുവിനും ഉണ്ടാവാൻ പറ്റില്ല. ഉണ്ടായ എല്ലാ വസ്തുവും നിൽക്കുന്നത് എവിടെയാ? ഉണ്മയിലല്ലേ, എക്സിസ്റ്റൻസിലല്ലേ. ഉപനിഷത്ത് ഋഷി വളരെ സയന്റിഫിക് ആയിട്ടാണ് പറഞ്ഞത്. സയൻസ് ഇത്രയും പുരോഗമിക്കണേന് എത്രയോ ആയിരക്കണക്കിന് മുമ്പാണ് ഇത്ര സയന്റിഫിക് ആയിട്ട് ഋഷി പറഞ്ഞതെന്ന് ഓർക്കണേ. ആ താടിക്കാരനെ നമസ്കരിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പോ മനസ്സിലായോ? ആ ഋഷിയുടെ ദീർഘദർശിത്വം. എക്സിസ്റ്റൻസ് എലോൺ എക്സിസ്റ്റഡ്. ഉണ്മ, നിലനിൽപ്പ്, അസ്തിത്വം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സൃഷ്ടിക്ക് മുമ്പ്. ഇപ്പൊ ഇവിടെ എന്താ ഉള്ളത്? ഇപ്പൊ ഞാൻ പറയുന്നു, ഞാനുണ്ട് ഇവിടെ, നിങ്ങളുണ്ട് ഇവിടെ, ഈ മേശയുണ്ട് ഇവിടെ, ഈ ലൈറ്റ് ഉണ്ട് ഇവിടെ, ഈ കസേര ഉണ്ട് ഇവിടെ, ഈ ഹോൾ ഉണ്ട് ഇവിടെ, ഈ രാജ്യം ഉണ്ട് ഇവിടെ, ഈ ലോകം ഉണ്ട് ഇവിടെ, അതുണ്ട് ഇവിടെ, ഇതുണ്ട് ഇവിടെ. ഒക്കെ ഉണ്ടെന്നല്ലേ പറയണേ? വാസ്തുവിൽ എന്താ? എല്ലാം എന്ന് പറയുന്നത് ഈ രൂപവും നാമമാണ്. അത് നിൽക്കണ എവിടെയാ? ഉണ്മയില. അതിനെയൊക്കെ അതാക്കി നിലനിർത്തുന്ന ഉണ്മ എല്ലാത്തിലും പൊതുവായിട്ട് കോമൺ ആയിട്ടുണ്ടോ ഇല്ലയോ? എക്സിസ്റ്റൻസ് എല്ലാത്തിലും ഉണ്ടോ ഇല്ലയോ? ഈവൻ നൗ ഇപ്പോഴും എക്സിസ്റ്റൻസിനെ കൂടാതെ ഏതെങ്കിലും വസ്തുവിന് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയോ? ശാസ്ത്രീയമായി ചിന്തിച്ചു നോക്കൂ. ഉണ്മയെ മാറ്റിയ പിന്നെയുള്ളത് ഇല്ലായ്മ. ഇല്ലായ്മയിൽ എന്തുണ്ടാവും? ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായതൊക്കെ ഇല്ലാത്തത് തന്നെയല്ലേ? ആകാശപുഷ്പം പോലെ, മുയലിന്റെ കൊമ്പ് പോലെ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെയാണോ ഈ ലോകം? അല്ലല്ലോ. ഉണ്ട് എന്നല്ലേ വ്യവഹാരത്തിൽ ഇതൊക്കെ അനുഭവപ്പെടുന്നത്. ശരിയോ? എല്ലാ വസ്തുക്കളിലും അസ്തിത്വ രൂപേണ, സത്സ്വരൂപേണ, സച്ചിദാനന്ദ സ്വരൂപിയായ ഭഗവാൻ വിളങ്ങുന്നു. ഭഗവാന്റെ പേര് സച്ചിദാനന്ദൻ എന്നാണേ. സച്ചിദാനന്ദനാണ് എൻ്റെ കൃഷ്ണൻ. കൃഷ്ണൻ സച്ചിദാനന്ദന. സത്ത്, ചിത്ത്, ആനന്ദമാണ് അവന്റെ സ്വഭാവം. സത്തഞ്ച ഉണ്മ, ചിത്തഞ്ച ബോധം. ആനന്ദം, സുഖം, പരമസുഖം, പരമശാന്തി എല്ലാത്തിലും ഉണ്ടല്ലയോ? ഉണ്ട്. അപ്പോ ഉദാഹരണം നമ്മളെ ഓർമ്മിപ്പിക്കണു, നമ്മളെയൊക്കെ ഈ സംസാരത്തിലിട്ട് വട്ടം കറക്കണത് കർമ്മം ആകുന്നു. ഓരോരുത്തരും വ്യത്യസ്ത കാലദേശങ്ങളിൽ വന്ന് പിറക്കാൻ കാരണം നമ്മുടെ പൂർവകർമ്മം. ഇപ്പോൾ ഈ ജീവിതത്തിൽ തന്നെ പല ഇഷ്ടം ഉള്ളതും ഇഷ്ടമില്ലാത്തതുമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ കാരണം അതും കർമ്മം.
ഇപ്പോൾ അനുഭവിക്കുന്നതൊക്കെ നേരത്തെ ചെയ്ത കർമ്മമാണ് നിശ്ചയിക്കണമെങ്കിൽ ഇപ്പൊ ചെയ്യുന്ന കർമ്മമാണ് ഭാവിയിൽ നാം എങ്ങനെയുള്ള അനുഭവങ്ങൾ നേടും എന്നുള്ളത് നിശ്ചയിക്കുക. അപ്പൊ അതിലൊരു സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? ഇന്നലെയുടെ സന്തതിയാണെങ്കിൽ നാളെയെ സൃഷ്ടിക്കുന്നത് ഇന്നാണ്. നാളെ ഇന്നത്തെ സന്തതിയാ. പ്രസന്റ് മേക്സ് ദ ഫ്യൂച്ചർ എന്നാ. പ്രസന്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് പാസ്റ്റ്. ഇന്ന് വർത്തമാനകാലം ഭൂതകാലത്തിന്റെ സന്തതിയാണ്. അതേസമയം വർത്തമാനകാലം ഭൂതകാലത്തിന്റെ സ്രഷ്ടാവുമാകുന്നു എന്നർത്ഥം. അപ്പൊ കർമ്മ നിയമത്തെക്കുറിച്ച് പറയുന്നത് മനുഷ്യന്റെ തലയിൽ എന്തോ അടിച്ചേൽപ്പിക്കുന്ന ഒരു വിധി ആണെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല. പിന്നെയോ ആ കർമ്മത്തിൽ നമുക്കുള്ള സ്വാതന്ത്ര്യത്തെ കാണിക്കാനാണ്. ഇന്ന് നമ്മൾ എന്താണോ അത് ഇന്നലെയുടെ ഫലമാണ്. നാളെ എന്താവും അത് ഇന്ന് നിങ്ങൾ എന്ത് ആവണമെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുമോ അതാവും. മനസ്സിലായില്ലേ? അപ്പൊ ഇന്നിനെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്താനാണ് കർമ്മശാസ്ത്രം നമ്മളോട് പറയണത്. പിന്നീട് പറഞ്ഞു ഈ പ്രപഞ്ചം ഇതാ ഇന്നലെ നമ്മൾ കണ്ടു സിനിമാശാലയിലെ മാതിരി ഇതിങ്ങനെ ആവർത്തന സ്വഭാവത്തോടു കൂടിയതാണ്. പ്രളയം സൃഷ്ടി പ്രളയം സൃഷ്ടി ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും.